ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ഒരിക്കൽ കൂടെ ഏവരെയും ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുവാൻ അതിയായ സന്തോഷമുണ്ട്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 49-ാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 4-ാം അധ്യായം ആരംഭിച്ചപ്പോൾ ഇസ്രായേൽ ജനവും ഫെലിസ്ത്യരും തമ്മിൽ നടക്കുന്ന യുദ്ധത്തെ നാം കണ്ടു. ആ യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യം ഫെലിസ്ത്യ സൈന്യത്തിന് മുൻപാകെ തോറ്റുപോകുന്ന ചരിത്രവും നാം ദർശിച്ചതാണ്. തുടർന്ന് ഇസ്രായേലി മൂപ്പന്മാർക്ക് ദൈവസാന്നിധ്യത്തിൻ്റെ കുറവ് മനസ്സിലായെങ്കിലും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിനു പകരം അവർ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവരുവാനാണ് ശ്രമിച്ചത് എന്നുള്ളത് നാം ഓർക്കുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് നമ്മുടെ കുറവുകൾ സംബന്ധിച്ച് ദൈവസന്നിധിയിൽ ശരിയായി യഥാസ്ഥാനപ്പെടേണ്ടതിന് പകരം പുറമെയുള്ള കാര്യങ്ങൾ നാം ചെയ്താൽ അത് ദൈവപ്രസാദത്തിന് വഴിവെക്കുകയില്ല എന്നുള്ളത് നാം ഓർത്ത വിഷയമാണ്. അത് തന്നെയുമല്ല, ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുൻനിർണയപ്രകാരം ഹൊഫ്നിയും ഫിനെഹാസും എന്ന ഏലിയുടെ 2 പുത്രന്മാരും പുരോഹിതന്മാരുമായവർ യുദ്ധക്കളത്തിലേക്ക് വരികയും ചെയ്യുന്ന ചരിത്രവും നാം കാണുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുൻപാകെ ശരിയായ നിലയിൽ യഥാസ്ഥാനപ്പെടുന്ന ജീവിതം നമുക്ക് ഉണ്ടാകണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന വിഷയമാണ്. തുടർന്ന് നാം പുതിയ ചിന്തകളിലേക്ക് ഇന്ന് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. 5-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ 4-ാം അധ്യായം ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പെട്ടകം ഇസ്രായേല്യർ കൊണ്ടുവന്നപ്പോൾ സംഭവിച്ച വിഷയങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദയവായി ശ്രദ്ധിച്ചാലും 5-ാം വാക്യം മുതൽ ശ്രദ്ധിച്ചാൽ, യഹോവയുടെ നിയമപ്പെട്ടകം പാളയത്തിൽ എത്തിയപ്പോൾ ഭൂമി കുലുങ്ങും വണ്ണം ഇസ്രായേലെല്ലാം ഉച്ചത്തിൽ ആർപ്പിട്ടു. ഫെലിസ്ത്യർ ആർപ്പിൻ്റെ ഒച്ച കേട്ടിട്ട് എബ്രായരുടെ പാളയത്തിൽ ഇത്ര വലിയ ആർപ്പിൻ്റെ കാരണമെന്ത് എന്ന് അന്വേഷിച്ചു. യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഗ്രഹിച്ചു. 7-ാം വാക്യം, ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഫെലിസ്ത്യർ പറഞ്ഞ് ഭയപ്പെട്ടു. നമുക്ക് അയ്യോ കഷ്ടം, ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. 8-ാം വാക്യം, നമുക്കയ്യോ കഷ്ടം, ശക്തിയുള്ള ഈ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ ആർ രക്ഷിക്കും? മിസ്രയീമ്യരെ മരുഭൂമിയിൽ സകലവിധ ബാധകളാലും ബാധിച്ച ദൈവം ഇത് തന്നെ. ഇസ്രായേൽ പാളയത്തിൽ വലിയ ആർപ്പിൻ്റെ ശബ്ദമുണ്ടാകുകയും തുടർന്ന് ഫെലിസ്ത്യർ തമ്മിൽ പറയുകയും ചെയ്യുന്ന വാക്കുകളാണ് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് നാം വായിച്ച് കേട്ടത്. ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ. 5-ാം വാക്യം ഒരിക്കലൂടെ വായിക്കാം. യഹോവയുടെ നിയമപ്പെട്ടകം പാളയത്തിലെത്തിയപ്പോൾ ഭൂമി കുലുങ്ങും വണ്ണം ഇസ്രായേലെല്ലാം ഉച്ചത്തിൽ ആർപ്പിട്ടു. വാസ്തവത്തിൽ അവർ സന്തോഷഭരിതരാണ്. എന്നാൽ അതിനു മുൻപ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നത് ഈ കാര്യമായിരുന്നുവോ? ഒരിക്കലുമല്ല. മറിച്ച് അവർ ഉച്ചത്തിൽ ഘോഷിക്കുന്നത് പോലെ തന്നെ അവരുച്ചത്തിൽ അവരുടെ കുറവിനെ സംബന്ധിച്ച് ദൈവമുൻപാകെ കരയാനായിട്ട് അവർക്ക് കഴിയണമായിരുന്നു. എന്നാൽ അവരത് ചെയ്തില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ പുതിയ വർഷം തുടങ്ങിയ ചില ദിവസങ്ങൾ കഴിയുന്ന ഈ സമയത്ത് നമ്മുടെ സന്തോഷം തീർച്ചയായിട്ടും അനിവാര്യമാണ്. എന്നാൽ ആ സന്തോഷത്തിന് മുൻപ് യഥാർത്ഥമായ സന്തോഷത്തിൻ്റെ ഉറവിടമായ ദൈവസന്നിധിയിലേക്ക് വന്ന് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നാം ക്രമപ്പെടേണ്ടുന്ന വിഷയങ്ങളെ ക്രമപ്പെടുകയും നാം കണ്ണുനീരോടെ ഉപേക്ഷിക്കേണ്ടതിനെ കണ്ണുനീരോടെ ഉപേക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ മാത്രമേ ദൈവികമായ അനുഗ്രഹങ്ങൾ തുടർമാനമായി നമ്മുടെ ജീവിതങ്ങളിൽ ഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് അവരവരൊന്ന് പരിശോധിക്കാനാണ് ഈ സമയം വേർതിരിക്കേണ്ടത്. ഞാൻ പുറമേ ചില കാര്യങ്ങൾ കാണിച്ച് ഭക്തനായി നടിച്ചു മുന്നോട്ട് പോകുന്ന വ്യക്തിയാണോ,
അതോ ദൈവവുമായിട്ടുള്ള യഥാർത്ഥ ബന്ധത്തിൽ എനിക്ക് സന്തോഷകരമായ അനുഭവങ്ങളുണ്ടോ? എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിനെതിരായ ഏതെങ്കിലും കുറവുകൾ വന്നാൽ അതോർത്ത് ദുഃഖിച്ച് കരഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഒരു യഥാസ്ഥാനം സംഭവിക്കുന്ന അനുഭവം എനിക്കുണ്ടോ എന്ന് അവരവർ തന്നെ പരിശോധിക്കുവാനായിട്ട് ഈ സമയം വേർതിരിക്കേണ്ടെന്ന ആവശ്യമുണ്ട്. എന്നാൽ ഫെലിസ്ത്യ പാളയത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത് പോലെ ഫെലിസ്ത്യർ ഈ ആർപ്പിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ് ഇതിൻ്റെ കാരണം? അവരത് അന്വേഷിക്കുകയാണ്. അന്വേഷിക്കുമ്പോൾ അവർക്കൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. യഹോവയുടെ പെട്ടകം ഇസ്രായേലിലെ പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് അവർ ഗ്രഹിച്ചു. തുടർന്ന് അവർ ഭയപ്പെടുകയാണ്. 7-ാം വാക്യത്തിൽ ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നുവെന്ന് ഫെലിസ്ത്യർ പറഞ്ഞ് ഭയപ്പെട്ടു. നോക്കുക, ജാതികളായിട്ടുള്ള ദൈവത്തോട് ബന്ധമില്ലാത്ത ആളുകൾക്ക് പോലും ഇസ്രായേലിൻ്റെ ദൈവത്തെ കാണുമ്പോൾ അവർക്ക് ഭയമുണ്ടാകുകയാണ്. ഇസ്രായേലിലെ പാളയത്തിൽ ദൈവം വന്നിരിക്കുന്നു എന്നുള്ളതാണ് അവർ ഗ്രഹിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. തുടർന്ന് അവർ പറയുകയാണ്, നമുക്ക് അയ്യോ കഷ്ടം, ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് അയ്യോ കഷ്ടം, ശക്തിയുള്ള ഈ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ ആര് രക്ഷിക്കും? മരുഭൂമിയിൽ സകലവിധ ബാധകളാലും ബാധിച്ച ദൈവം ഇത് തന്നെ. ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ്, ഇസ്രായേൽ ജനത്തിൻ്റെ ശക്തിയെ അല്ല ഫെലിസ്ത്യർ ഭയപ്പെട്ടത് എന്നുള്ളത് കാണുവാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ ലോകം പലപ്പോഴും ആദരിക്കുന്നതിൻ്റെ, മറ്റുള്ളവർ നമ്മളെ ഭയപ്പെടുന്നതിൻ്റെ കാരണം നമ്മുടെ ഏതെങ്കിലും കഴിവാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. മറിച്ച് നമ്മോട് കൂടെയുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മെ ലോകത്തിൻ്റെ മുൻപാകെ പ്രത്യേകതയുള്ളവരാക്കുന്നത്. അല്ലാതെ നമ്മുടെ യാതൊരു കഴിവുകളോ നമ്മുടെ യാതൊരു പ്രശംസിക്കുന്ന വിഷയങ്ങളോ അല്ല. അതെല്ലാം വെറും മായയാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിന് മുൻപിൽ, ദൈവത്തിൻ്റെ ശക്തിയുടെ മുൻപിൽ നാം മനസ്സിലാക്കേണ്ടുന്ന വിഷയം, നാം ആദരിക്കപ്പെടുന്നതും നാം മറ്റുള്ളവരാൽ വിലയിരുത്തപ്പെടുന്നതുമെല്ലാം നമ്മുടെ കഴിവ് കൊണ്ടല്ല, പ്രത്യുത സ്വർഗത്തിലെ തമ്പുരാൻ്റെ കരുണ കൊണ്ടാണ്, ആ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. ഇസ്രായേലിനെ അല്ല, ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് അവർ ഭയപ്പെട്ടത് എന്ന് കാണുവാൻ കഴിയുന്നു. അത് തന്നെയുമല്ല, അവരെ രക്ഷിച്ച, ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ച ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അവർ കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്തിട്ട് ആ ദൈവത്തെ ഭയപ്പെടുമ്പോൾ ആ ദൈവത്തിൻ്റെ വലിപ്പം വേണ്ടതുപോലെ അല്ലെങ്കിലും മറ്റൊരു തരത്തിൽ ഇവിടെ മനസ്സിലാക്കുന്ന ഫെലിസ്ത്യരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ജനത്തിന് ദൈവത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും അലസമായി മുന്നോട്ട് പോകുകയില്ല. നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കും. കർത്താവിനെ ഭയത്തോടും ഭക്തിയോടും സേവിക്കുന്ന ജീവിതത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ലോകം മനസ്സിലാക്കുന്നത് പോലെയല്ല, അതിലും എത്രയോ നന്നായിട്ട് നമുക്ക് ദൈവത്തെ മനസ്സിലാക്കുവാൻ എല്ലാ സാധ്യതകളും ദൈവത്തിൻ്റെ വചനവുമെല്ലാം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഈ വലിയ ആഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാകട്ടെ. എൻ്റെ കർത്താവെ, അങ്ങേ ശരിയായി മനസ്സിലാക്കുവാൻ, അങ്ങേ വേണ്ടതുപോലെ സേവിപ്പാൻ, വളരെ ഭയഭക്തിയോടെ ജീവിപ്പാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിപ്പാൻ കഴിയട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.